ഉല്ലാസേ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ ഈ ഫ്ലോറിൽ വന്നതേ നമുക്കൊരു റിയാലിറ്റി ഷോ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. അതിന്റെ അവസരം തന്നെയല്ലോ കഴിക്കണോ? അല്ല എനിക്കല്ല, പിന്നെ നമ്മുടെ അനന്തരവനാണേ. അനന്തരവനാ? പിന്നെ നമ്മുടെ അനന്തരവനെ കുറിച്ച് കേട്ടില്ലേ? ഇല്ലല്ലേ. അവ സകലകല വല്ലഭന. അയ്യോ, അപ്പൊ കമലഹാസനാണോ? കമലഹാസന്റെ മാമയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ അനന്തരവൻ സകലകല വല്ലഭനാന്ന്. അങ്ങനെ എല്ലാ കലയിലും വല്ലഭനാണെന്ന്. പിന്നെ അവൻ മാപ്പിളപ്പാട്ട് ഉസ്താദല്ലേ? പിന്നെ അവന്റെ പുതിയ ആൽബം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മൊഞ്ചത്തി എന്റെ നെഞ്ചത്തെ ചവിട്ടരുത്, പ്രസിദ്ധല്ലേ? പിന്നെ അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അത് പുറത്തിറങ്ങിയാണ്ടല്ലോ അവൻ മുടിച്ചൂടാൻ മന്നനാ. അപ്പൊ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയ അവൻ മുടിച്ചൂടാൻ മന്നനാ. ഈ മുടിചൂടാൻ മന്നൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയത്തില്ല, പത്രത്തിലൊക്കെ വായിച്ചു കേട്ടിട്ട് മുടിചൂടാൻ മന്നനാ. അർത്ഥം നമുക്കറിയത്തില്ല. പുറത്തിറങ്ങിയ അവൻ മുടിച്ചൂടാൻ മന്നനാ. അത് ഈ മാപ്പിളപ്പാട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടോ? മാപ്പിളപ്പാട്ട് സംഭാവന കൊടുത്തിട്ടുണ്ടോന്ന് നിങ്ങളെന്ത് വർത്തമാനം പറയുന്നത്? ഇവൻ മാപ്പിളപ്പാട്ട് എന്തേലും സംഭാവന ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വീടിന് വായിച്ചിരിക്കുകയായിരുന്നു. ഒരു പയ്യൻ വന്നൊരു മാപ്പിളപ്പാട്ട് പാടി. അപ്പത്തവനെ ഒന്നും നോക്കിയില്ല, പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ പയ്യനെ കൊണ്ട് കൊടുത്തു. സംഭാവനയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ സംഭാവന കൊടുത്ത ആളല്ലേ പുള്ളിയെ വിളിയൊന്ന് കാണട്ടെ. അങ്ങനെ പുള്ളിയെ ചുമ്മാ വിളിച്ചാൽ പുള്ളി വരത്തില്ല. പിന്നെ കുറച്ച് ആധികാരികമായിട്ട് വിളിക്കണം. ഞാൻ വിളിക്കട്ടെ? മലബാറിന്റെ മൊഞ്ചത്ത്, മലബാറിന്റെ അഭിമാനം, മാപ്പിളപ്പാട്ടിന്റെ അഭിമാനം, എന്റെ അനന്തരവൻ കൊയിലാണ്ടി കോയ ബാലമോനെ കേറി ബാളാ. നമ്മുടെ അനന്തരവനാ ഈ തുള്ളിമഴയത്ത് പുള്ളിക്കൂടി ചോടിക്കൊണ്ട് വന്ന നന്നായേ. ഇല്ലെങ്കിൽ വല്ല പനിയും പിടിച്ച് കിടന്നേനെ. പരിപാടി ഒന്നിരിക്കാൻ പറ്റാതെ മാമേ, അതെ എന്നെ ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നേ. കാരണം ഞാൻ ഇവരെക്കാളും ഫേമസ് അല്ലേ. എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. എന്നെ മനസ്സിലായി കാണും. ഞാൻ കൊയിലാണ്ടി കോയ. എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പെരുവെല്ലയിൽ നിന്ന് 150 പാട്ട് പാടും. വേണം കേട്ടോ. ഇവൻ പെരുവരലിൽ നിന്ന് 150 പാട്ട് പാടും. ആര് കേൾക്കും? ഒറ്റപ്പാട്ട് ആരെങ്കിലും കേൾക്കും. അടുത്ത പാട്ടിന് മൈക്ക് സെറ്റുകാർ മൈക്ക് ഊരിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. ചാൻസിന് വേണ്ടി പോകുന്നതാണോ എന്റെ ചാൻസ് മുടക്കാൻ വേണ്ടി പോകുന്നതാണോ? വേറെ കാര്യമുണ്ട് കേട്ടോ. മോനെ നിരാശപ്പെടുത്തില്ല. ഇവൻ നല്ല 1-2 കല്യാണം വീട്ടിൽ ബിരിയാണി വെക്കും. കേറ്ററിംഗ് ഉണ്ട് എനിക്ക്. ഇങ്ങനെ ആദ്യമുണ്ട് പാട്ടിന് പുറമെ. ബിരിയാണി വെക്കാൻ പോട്ടെ ഇവന് ബിരിയാണി കൊടുക്കത്തില്ല. അവന് കൊടുക്കത്തില്ല. അപ്പൊ അവൻ അവിടെ ഒരു മാപ്പിളപ്പാട്ട് പാടും. അപ്പൊ തന്നെ ഇവൻ വെച്ച ബിരിയാണി ഇവനെ കൊണ്ട് തീറ്റിക്കും. അങ്ങനെയാ പുള്ളിക്ക് ബിരിയാണി കിട്ടുന്നത്. നിങ്ങൾ എന്റെ അവിടെ ചാൻസ് കളയാൻ വന്നാണോ ചാൻസ് മേടിച്ചു തരാൻ വേണ്ടി വന്നാണ് എന്റെ കൂടെ വന്നിട്ട്? ഞാൻ ഇത്രയും തന്നെ പൊക്കി വെച്ച പോരെ. പിന്നെ ഒരു കാര്യം ചെയ്യ്, മാമ പുറയിക്കാം. മോന്റെ കാര്യം പറഞ്ഞിട്ട് കേട്ടോ. അവസരം മേടിച്ചോണ്ടേ വരാമല്ലോ കേട്ടോ. പുള്ളി പറയണതില്ല കാര്യങ്ങള്. ഞാനുണ്ടല്ലോ ഈ ആൽബത്തിന്റെ പാട്ട് മാത്രമല്ല എഴുതുന്നത്, ഞാൻ സിനിമ വരെ എന്റെ കയ്യിൽ ഉണ്ട്. സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ്. സിനിമ എന്ന് പറഞ്ഞാൽ ആപ്പ സിനിമയല്ല, ഇവിടെ ഒരുപാട് ലോക്കൽ സിനിമകളൊക്കെ ഉണ്ട്. ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് എന്റെ കയ്യിലുള്ളത്. സിനിമയുടെ പേരെന്താണ്? ബനിയൻ. അത്രയും ചേർന്ന് നിൽക്കുന്ന വേറൊരു വസ്തു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. കഥയൊന്ന് പറയാമോ? കഥയാ? കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പുള്ളി ഇവിടെ ഉണ്ടോ, ഇതുവരെ ഞാൻ എന്റെ പെണ്ണുമ്പിളോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് പുറത്തു പോകുമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ വിശ്വാസമല്ലേ പറയണ്ട കേട്ടോ. അല്ലേ, ഇത് ചാനലായതുകൊണ്ട് ഞാനത് പറയാം. പുറത്തു പോകും. അതായത് കഴിഞ്ഞാൽ ഒരു മറ്റേ ജമീല എന്ന് പറഞ്ഞ ഷുക്കൂർ എന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാരുടെ കഥയാണിത്. കഥ എന്ന് പറഞ്ഞാൽ സ്പോർട്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതായത് ഈ ജമീലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജമീല പറന്ന് ഭയങ്കരമായിട്ട് വർത്താനം പറയും, ഭയങ്കരമായിട്ട് ഓടും, ഭയങ്കരമായിട്ട് പണിയെടുക്കും, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഷുക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം ഭയങ്കര കുഴിമടിയനാണ്. എന്ത് കേട്ടാലും അപ്പം തല അകത്തേക്ക് ഇടും. അത്രയ്ക്ക് കുഴിമടിയാണ്. ഒരു കാര്യത്തിന് അവൻ വീട്ടിനകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജമീല ഒരു ദിവസം വന്നിട്ട് പറയും, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലൊന്ന്. ഈ ചങ്ങാതിവൻ ഷുക്കൂർ ഇങ്ങനെ പറഞ്ഞു, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ മടിയനാണല്ലോ. ഇവൻ പറഞ്ഞ് പുറകിലേക്ക് മാറിയപ്പോൾ പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണമെന്നും. ഒരു കാര്യം ചെയ്തു, ജമീല ഇങ്ങനെ മുകളിലേക്ക് വെടി പൊട്ടലും ജമീല തുരുതുരാന്ന് ഒറ്റ ഓട്ടമായി ഓടി. അവിടെ ചെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഷുക്കൂർ ഉണ്ടല്ലോ ഒരു പൊട്ടുപോലെ അങ്ങ് അകലേന്ന് വരുവാ. മനസ്സിലായി, ഒരുപാട് ദൂരമുണ്ട്. ഷുക്കൂർ ഇതിലെ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ജമീലയുടെ പേർക്ക് ഈ ചെവിയൊക്കെ മടക്കി വെച്ചൊരു ചെവിയല്ല
മറ്റേ പറത തട്ടമിട്ടുണ്ടായിരുന്നു. ആ തട്ടം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ പണി മൊത്തം പാളിയനെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നു. ഈ ഓട്ടത്തിന്റെ ക്ഷീണം കാരണം ഈ ജമീലെ അങ്ങ് ഉറങ്ങിപ്പോയി. ഈ ഷുക്കൂറാണെങ്കിൽ ഈ പ്രൈസ് അടിച്ചെടുത്ത്. നിർത്തോ. എന്ത് കഥയാണ് ഇത്? ഇത് 1-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഠിക്കാനുള്ള ആമയും മുയലും തമ്മിലുള്ള ഓട്ടത്തിന്റെ കഥയാണിത്. ആണോ? പിന്നെ അല്ലാതെ ദൈവമേ, ഞാൻ സിനിമയാക്കാൻ പറ്റാത്ത സാധനം എടുത്ത് പുസ്തകം അടിച്ച് പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തല്ലോ. ഇയാള് പേരെന്താ പറഞ്ഞു? എന്റെ പേരാ എന്റെ പേര് കോയ. കൊയിലാണ്ടി കോയ. നിങ്ങളൊരു ഹോം സിനിമ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ ഹോം സിനിമ അത് കണ്ടോ? എന്റെ ദൈവം, ഇതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അല്ലാതെ തന്നെ ഫേമസ് ആണ്. ഞാൻ ഹോം സിനിമ ചെയ്തായിരുന്നു. ഇത് ആ സിനിമ ഞങ്ങൾ അത് ഹോമിൽ കയറ്റാൻ പറ്റാത്ത സിനിമയാണല്ലോ മിസ്റ്റർ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സിനിമയാണത്. ഞാനാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ അവസ്ഥ എന്താണ്? തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ട് ഈ സിനിമ ഇങ്ങനെ ഉടക്കി കിടക്കുക. അത് ഞങ്ങളുടെ മലബാറിലേക്ക് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെയുള്ള ഒരു റിസർച്ചിലാണ് ഞാനിപ്പോൾ. അത് ശരി. ഇവിടെ മാത്രം ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞങ്ങൾ ഇഷ്ടം പോലെ ഗൾഫുകാരുണ്ട്. പക്ഷെ പൈസ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പടം മൊത്തം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവിടെയുള്ള ആളുകളാണ്. സംഭവം മനസ്സിലായോ? പക്ഷേ എൻ്റെ ക്രെഡിറ്റ് മൊത്തം കൊണ്ടുപോകണം തിരുവനന്തപുരത്ത് എറണാകുളത്തുള്ളവരാ. അത് പാടില്ലല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഈ സിനിമകളൊക്കെ നിങ്ങൾ മലബാറിലേക്ക് കൊണ്ടുപോകാം. എല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമ മലബാറിലാണ് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ നടക്കുന്നത്. എങ്ങനെയായിരിക്കും അതിന്റെ പേര്? ഇബ്രാഹിമിന്റെ പുള്ളകൾ. ഇബ്രാഹിമിന്റെ പുള്ളകൾ. പുലിമുരുകനോ? പുലിമുരുകൻ. പുലി റഷീദ്. ഞാൻ മേരിക്കുട്ടി. ഞാൻ ഞമ്മൾ ആമിനക്കുട്ടി. ഇങ്ങനെയാണ് നിങ്ങൾ സിനിമ എടുക്കുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമക്കാർ ഈ രാശിയൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ നാളെന്താണ്? എന്റെ നാൾ അതൊക്കെ ഇവിടെ പറഞ്ഞ അത് എന്റെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു നാളുണ്ടായിരുന്നു വന്ന് വീഴാൻ പറ്റിയ നാള്. തിരുവാതിരയാണ് എന്റെ നാള്. നമുക്ക് തിരുവാതിര പറ്റില്ല. ഞാനതിന്റെ ഒപ്പനയാക്കി. അല്ല, നിങ്ങൾ ഈ പാചകത്തിന് പോകുന്ന ആളെങ്ങനെയാണ് ഈ ആൽബം ഒക്കെ ഉണ്ടാക്കുന്നത്? ആൽബം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകത്തിന് നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുമല്ലോ. ആ ലിസ്റ്റിന്റെ മേളില് നമ്മള് ജമീലാന്നോ ആമിനാന്നോ ഇട്ട് കഴിഞ്ഞാൽ ഉഗ്രനായി. ഒരു പാട്ടായി. എങ്ങനെയാണത്? ജമീല എന്റെ പഞ്ചാര, ജമീല എന്റെ ചക്കര, ജമീല എന്റെ മുത്ത്, ജമീല എന്റെ കൽക്കണ്ടമേ. കേട്ടോ? ഇതൊക്കെയാണോ പാട്ട്? പാട്ടുകളല്ലോ പഠിക്കാനുള്ള പാട്ട്. നമുക്ക് നല്ല എന്റെ സംഗീതം ഞാൻ ചിട്ടപ്പെടുത്തുന്നത് 2, 3, 4 രീതികളിലാണ്. ഇതിപ്പോ ടൂറ് പോകുമ്പോ നമ്മൾ പാടാൻ പറ്റുന്ന പാട്ടാണിത്. ഇനി പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 1 2 2 2 4 4 4 8 ഫാത്തിമ ഫാത്തിമ. പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടോ? പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ. ഞാനിവിടെ വന്ന് കാല് കുത്തിയപ്പോഴത്തേക്കും സംഗതി അവിടെ കണ്ടിട്ട് ഗൾഫിൽ നിന്ന് വിളി വന്നു അല്ലേ? പാസ്പോർട്ട് ഉണ്ടോ കയ്യില്? അടിസ്ഥാനപരമായിട്ട് പാസ്പോർട്ട് ഫോട്ടോ ഉണ്ട്. പാസ്പോർട്ട് ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എടുപ്പിക്കാം. ഒരു കള്ള പാസ്പോർട്ട് എടുക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അത്യാവശ്യമായിട്ട് പാസ്പോർട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ മറ്റേ നമുക്ക് ദുബൈയില് ഒരു വിസ ഞാൻ റെഡിയാക്കി തരാം. അത്യാവശ്യമായിട്ട് നിങ്ങൾ ദുബായി കയറി പോകണം. എന്നിട്ട് അവിടെ എന്തെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കും. എന്റെ മാപ്പിളപ്പാട്ട് ഇവിടെ കേരളത്തിൽ നിങ്ങൾ മാപ്പിളപ്പാട്ട് മറ്റേ നശിപ്പിക്കും നിങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ദുബായിലോ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. എന്തായാലും പണിയെടുത്ത് ജീവിക്കും. അല്ല, അപ്പൊ ഞാൻ ഇവിടെ ഈ പെർഫോമൻസ് ചെയ്യണ്ടേ? പെർഫോമൻസ് ചെയ്യുന്നു? ചെയ്യണ്ട. വേണ്ട, പൊക്കോ. അപ്പൊ മറ്റേ നിങ്ങൾ പറഞ്ഞാൽ നല്ലതല്ലേ? പാസ്പോർട്ട് എടുത്തു വെക്ക്, എന്നിട്ട് അറിയിക്കും കേട്ടോ. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ആളാ അത്. മാമാ, നമുക്ക് മറ്റേ പണിയേ പറ്റുള്ളൂ, ഇത് പറ്റൂല നമുക്ക്.